വിനീത് സാറിന്റെ മീരയുടെ ദുഃഖം എന്നൊക്കെ പറഞ്ഞ മൂവി ഈ തൊടുപുഴ മൂലമറ്റം ആ ഒരു സ്ഥലങ്ങളിലാണ് ഷൂട്ട്. അവിടെ ഒത്തിരി സിനിമകൾ വരുന്നുണ്ട്. അതിന് മുമ്പും വന്നിട്ടുണ്ട്, ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു. ഒരു ലക്കി ലൊക്കേഷൻ എന്നറിയപ്പെടുന്ന സ്ഥലമാണത്. അവിടെ ആ ലൊക്കേഷനിൽ മേ ബി ഈ മൂവിയുടെ ആരെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചേട്ടനായിരിക്കും. ആരാണ് എന്ത് പൊസിഷനാണെന്ന് എനിക്കിപ്പോ അറിയില്ല. അദ്ദേഹം ഇങ്ങനെ കണ്ടിട്ട് പറഞ്ഞു, നമുക്ക് സാറിനെ മീറ്റ് ചെയ്യാം, കാണാൻ കുഴപ്പമില്ല, വേണമെങ്കിൽ സിനിമയിൽ നോക്കാം, എന്തെങ്കിലും അവസരം ഉണ്ടോ നോക്കാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ നാട്ടിൻപുറമല്ലേ, അങ്ങനെ ഒരു ചെറിയ കാര്യം വന്നു കഴിഞ്ഞാൽ അത് വലിയ ജയലളിതനെ സിനിമയിൽ എടുത്തു എന്നൊക്കെ പറയുന്നത് വലിയ വാർത്തയാവും. അങ്ങനെ അദ്ദേഹത്തെ മീറ്റ് ചെയ്തു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഒരു 7th ഒക്കെ അല്ലേ, കുറച്ചുകൂടെ വലുതാവട്ടെ, അപ്പൊ ഒരു നായിക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അന്നേ നായികയാണ്. അതെ അതെ. അപ്പൊ ഒരു അത്രേ ഉള്ളൂ, +2 ഒക്കെ ആവട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 10th കയറുന്ന സമയത്താണ് ഇങ്ങനെ ഈ ബോയ് ഫ്രണ്ടിന്റെ എന്തോ ഡിസ്കഷനോ കാര്യങ്ങളോ ഒക്കെ വന്നപ്പോൾ ഫോട്ടോസ് സെൻഡ് ചെയ്ത് കൊടുത്ത് അദ്ദേഹം വിളിച്ച് ഓഡീഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആ പടത്തിലേക്ക് സെലക്ട് ചെയ്തു. ഓക്കെ, അവിടെ നിന്നാണ് നമ്മുടെ ടേക്ക് ഓഫ് അല്ലേ? എനിക്കൊന്ന് പക്ഷേ ഈ ട്രിവാൻഡ്രം ലോഡ്ജ് ആയിരുന്നു എനിക്കൊന്ന് ഒരു വലിയൊരു ബ്രേക്ക് ആയിട്ട് മാറിയതില്ല. അതിനകത്ത് ഒരു ക്യാരക്ടറിന്റെ പേര് ഒരു പ്രത്യേക വി കെ പ്രകാശിന്റെ പടമായിരുന്നല്ലോ അല്ലേ? അപ്പൊ ആ പടത്തിൽ ഈ ധ്വനിയായിട്ട് അഭിനയിച്ചതിന് ശേഷം പേര് പോലും താങ്കൾ മാറ്റിക്കളഞ്ഞു, ധ്വനിയാക്കി എന്ന് പറഞ്ഞു. കുറെ കാലം താങ്കൾക്ക് പലതും സീസൺ ആയതുകൊണ്ട് ഈ പേരും ധ്വനി എന്ന് വിളിച്ചു. പിന്നെ ആള് അണി റോസ് വിളിക്കാൻ തുടങ്ങിക്കൊണ്ട് വീണ്ടും ബാക്ക് ടു ഉൾട്ട അടിച്ചിങ്ങ് പോകുന്നു എന്ന് പറഞ്ഞു. എനിക്ക് പക്ഷെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ എത്രയോ വർഷമായിട്ട് ഹണി റോസ് എന്നുള്ള പേര് കേട്ട് വിളിക്കുന്നേന്നുള്ള അങ്ങനെ നമ്മൾ. പിന്നെ എനിക്ക് തോന്നുന്നു ധ്വനി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഖനം ഗാംഭീര്യമുള്ള ഒരു നമുക്ക് താങ്ങത്തില്ല. എനിക്കപ്പോ ഈ കന്നഡക്കാര് ഇട്ട പേരും കൊള്ളാം, ഹംസിനി. ഹംസിനി ഇവിടെ പേര് ഭയങ്കര രസമാണ്, നല്ല പേരാണ് ഹംസിനി. അതെ, അത് ആ കൂടെ ഒരു ചേലുണ്ട് കേട്ടോ, ഭംഗിയുണ്ട്. എല്ലാ പേരുകളും നല്ലതാണ്, പക്ഷെ ഹണി റോസ് തന്നെ മതി. നമ്മുടെ ബാഗിൽ എത്ര സിനിമയുണ്ട് എല്ലാം കൂടെ? 30-ന് മേളിലുണ്ട്. 30-ന് മേളിലുണ്ട്. സിനിമയെ വളരെ സീരിയസ് ആയിട്ട് തന്നെ സമീപിച്ച് മുന്നോട്ട് പോകും. തീർച്ചയായിട്ടും. ഇപ്പൊ ഒരു 20 വർഷം ആകാൻ പോകുന്നു. 20 years ആയോ? 20 years പറയില്ല കേട്ടോ.